ഇപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ സ്ട്രെസ് ഉണ്ട്, അത് കൺട്രോൾ സ്ട്രെസ്, അത് നമുക്ക് നല്ലതാണ്. പക്ഷേ ക്രോണിക് സ്ട്രെസ് ഉള്ള സമയത്ത് നമ്മൾ കോർട്ടിസോൾ ലെവൽ കൂടും. കോർട്ടിസോൾ ലെവൽ കൂടുമ്പോൾ ഈ കൂടുതൽ കോർട്ടിസോൾ വരുന്നതിനെ എവിടെയെങ്കിലും അതിനെ അബ്സോർബ് ചെയ്യണം. അത് അബ്സോർബ് ചെയ്യുന്ന അഡിപ്പോസ് ടിഷ്യൂസ് എന്ന് പറയുന്ന കൂടുതൽ നമ്മുടെ ആപ്സിൻ്റെ ഭാഗത്താണ്. അതുകൊണ്ടാണ് കൂടുതൽ അബ്ഡോമിനൽ ഫാറ്റാണ് നമ്മൾ കൂടുതലും. അപ്പം ഡെഫിനറ്റ്ലി കോർട്ടിസോൾ ലെവൽ കൂടുന്നത് ഡെഫിനറ്റ്ലി വെയിറ്റ് ഗെയിനിൽ ഒത്തിരി കാര്യങ്ങൾ. വെയിറ്റ് ഗെയിൻ പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ പല ആൾക്കാരും വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പോയി ഷോർട്ട് കട്ടുകൾ എടുക്കുന്നത് കാണാറുണ്ട്. പിന്നെ വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ടാന്ന് വിചാരിക്കും. ഭക്ഷണമായിട്ട് ബന്ധമൊന്നുമില്ല, ഭക്ഷണമായിട്ട് ബന്ധമില്ലെന്ന് പറയുന്നില്ല. എന്നാൽ പോലും അതുകൊണ്ട് അതൊരു ഫാക്ടർ മാത്രമേ ആകുന്നുള്ളൂ. ഹോർമോണൽ ഇംബാലൻസസ് ആണ് പ്രധാനമായിട്ടും വെയിറ്റ് ഗെയിന് കാരണമാണ്. പക്ഷേ സംഭവിക്കുന്നത് വെച്ചാൽ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ആദ്യം ആൾക്കാർ പോയിട്ട് പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നു, വെയിറ്റ് ചിലപ്പോൾ കുറഞ്ഞെന്ന് വരും. പലപ്പോഴും കുറയുന്ന വെയിറ്റ് ഫാറ്റ് പോകുന്നതല്ല, അവരുടെ ശരീരം ഏതെങ്കിലും